السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ദിവസം നമ്മൾ 218 അവസാനിപ്പിച്ചത് അല്ലെ ആയത്ത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 219 ചെയ്യാം. 219 ആയത്ത്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിരി ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസി വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ വയസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫ് كذلك يبين الله لكم الآيات لعلكم تتفكرون. കള്ളിനെയും മൈസിർ ചൂതാട്ടത്തെയും കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, ആ രണ്ടിലും വലിയ കുറ്റം ദോഷവും മനുഷ്യർക്ക് ചില പ്രയോജനങ്ങളും ഉണ്ട്. അവയുടെ കുറ്റം ദോഷമാകട്ടെ അവയുടെ പ്രയോജനത്തെക്കാൾ വലുതാകുന്നു. എന്താണ് അവർ ചെലവഴിക്കേണ്ടതെന്നും അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, സൗകര്യപ്പെട്ടത്, അതായത് ശിഷ്ടം, ശേഷിച്ചത്. ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ആയത്തുകൾ വിവരിച്ചു തരുന്നു, നിങ്ങൾ ചിന്തിച്ചു നോക്കുവാൻ വേണ്ടി. വാക്കർത്ഥം, യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. കുറെ പ്രാവശ്യം നമ്മളിത് ഈ ഒരു വാക്ക് കാണുന്നു അല്ലെ. അനിൽ ഹംരി, ഹംറ് ഹ മീം റ മദ്യം, കള്ളിനെ പറ്റി. അനിൽ ഹംരി, അൻ എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ. ഇനി ഇതുപോലെയുള്ള ഏത് ഹർഫ് ജർ വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതിനുശേഷം വരുന്ന വാക്ക് മജ്റൂറാണ്, അതായത് കെസ്റയിലാണോ അവസാനിക്കുന്നത്. അനിൽ ഹംരി, കള്ളിനെ പറ്റി. വൽ മൈസിരി, ചൂതാട്ടത്തെ പറ്റി. മൈസിർ യാസീൻ റ. കുൽ, പറയുക. ഫീഹിമ, അവ രണ്ടിലും. ഫീ ഹിം, ഓക്കെ. ഹിം അല്ല, ഫീ ഹും എന്ന് പറഞ്ഞത് നമുക്കറിയാം അവർ എന്നാണ് അല്ലെ. ഹുമ എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങൾ. അത് ഫീ എന്ന് വരുന്നത് കൊണ്ട് ആ ഹുമ എന്നുള്ളത് ഹിമ എന്നായി മാറുന്നതാണ്. ഓക്കെ, ഫീ ഹിമ, അവർ രണ്ടിലും. ഇസ്മുൻ, കുറ്റം. ഹംസ ഫ മീം. കബീറുൻ, വലിയ. വമനാഫിഅ, പ്രയോജനങ്ങളും. നൂൻ ഫ ഐൻ. ലിന്നാസി, മനുഷ്യർക്ക്. വ ഇസ്മുഹുമ, അവ രണ്ടിന്റെയും ദോഷം. ഇസ്മു ഹുമ, അവ രണ്ടിന്റെയും. രണ്ട് കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഹുമ എന്ന് പറയുന്നത് അല്ലെ. നമ്മളെപ്പോഴും ഹും ഹു ഒക്കെയാണ് കാണാറ്. ഹുമ എന്ന് പറയുമ്പോൾ അത് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ്. അക്ബറു, കൂടുതൽ വലുത്. മിൻ നഫ്ഇഹിമ, അവ രണ്ടിന്റെയും പ്രയോജനത്തെക്കാൾ. ഓക്കെ, നൂൻ ഫ ഐൻ തന്നെയാണ് റൂട്ട്, മനാഫിന്റെ തന്നെ, അതുകൊണ്ടാണ് എഴുതാതിരുന്നത്. മിൻ, കണ്ടോ, മിൻ അതെന്താണ്, അവിടെ ഹർഫ് ജറാണ്. നഫ് എന്നുള്ളത് നഫ് ഇ ഐ അല്ലെ. അതുപോലെ ഇതിന്റെ മുകളിൽ ലിന്നാസി, ലി എന്ന് പറയുന്നത് വേറൊരു ഹർഫ് ജറാണ്. അതിന്റെ അടുത്തുള്ള ഇസ്മ കെസ്റയിൽ അവസാനിക്കും. ലിന്നാസി മിൻ നഫ്ഇഹിമ, അതുപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനി ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കട്ടോ. ഇവിടെയും വീണ്ടും ഹുമ, ഓക്കെ, നഫ് പ്ലസ് ഹുമ, നഫ് ഹിമ എന്നായി മാറുന്നത്. അതായത് കെസ്ര വരുന്നതുകൊണ്ടാണ് ഹുമ എന്നുള്ളത് ഹിമ എന്നായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അവ രണ്ടിന്റെയും പ്രയോജനത്തെക്കാൾ. വയസ് അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. വീണ്ടും യസ് അലൂനക തന്നെ വരാണ്. മാത, എന്തോന്ന്. യുംഫിഖൂന, അവർ ചെലവഴിക്കണം. നൂൻ ഫ ഖാഫ്. ഓക്കെ, അവർ ചെലവഴിക്കണം. നമ്മൾ കഴിഞ്ഞ ആയത്തിലും കണ്ട റൂട്ട് തന്നെയാണ്. കുൽ, പറയുക. അൽ അഫ്, കുലിൽ അഫ്, മിച്ചമുള്ളത്. ഐൻ ഫ വാവ്, എക്സ്ട്രാ ആയിട്ടുള്ളത്, ശേഷിച്ചിരിക്കുന്നത്. കെദാലിക, അപ്രകാരം. യുബയ്യിനു, വ്യക്തമാക്കുന്നു. ബയ നൂൻ, ബയാൻ. അല്ലാഹു, അല്ലാഹു. ലക്കും, നിങ്ങൾക്ക്. അൽ ആയാത്തി, ആയത്തുകളെ. ലഅല്ലക്കും, നിങ്ങൾ ആയേക്കാം. തതഫക്കറൂൻ, കാഫ് റ, ഫിക്ര കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നവര് ആയേക്കാം. തഫ്സീർ നോക്കാം. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, അവർ നിങ്ങളോട് ഹംറിനെയും മൈസിറിനെയും കുറിച്ച് ചോദിക്കുന്നു. അതായത് മദ്യത്തെയും ചൂതാട്ടത്തെയും കുറിച്ച് ചോദിക്കുന്നു. ആരാണ് ചോദിക്കുന്നത്? സ്വഹാബാക്കൾ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സ്വഹാബാക്കൾ ചോദിക്കണം.
നമ്മളിപ്പോ ഈ യെസ് അലൂനൊക്കെ കുറച്ച് പ്രാവശ്യമായി കാണുന്നല്ലേ, വീണ്ടും വീണ്ടും. അത് എന്താണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സഹാബാക്കള് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. എന്ന് വെച്ച് ഖുർആൻ മുഴുവനും യെസ് അലൂനൊക്കെ അല്ല അല്ലെ, ഒരുപാട് യെസ് അലൂനൊക്കെ ഇല്ലതാനും സുബ്ഹാനല്ലാഹ്. അപ്പം അവര് കുറച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് അവര് ചോദിക്കുകയും ഇല്ല. അവര് അറിയാൻ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയുള്ള ആളുകളായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് വളരെ നന്നായി ശ്രദ്ധിക്കും, വീണ്ടും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുത്ത് കൽപ്പിച്ചത് അതിനെക്കുറിച്ച് അവർ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഇനി എന്തെങ്കിലും അവർക്ക് സംശയങ്ങൾ അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അവർ ചോദിക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് ഹലാലാണോ ഹറാമാണോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിക്കുമായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴാ ഒരു ചോദ്യം ചോദിക്കുക, എന്തെങ്കിലും ഒരു കാര്യം കാര്യമായിട്ട് നമ്മളെ ബോധർ ചെയ്യുമ്പോൾ അല്ലെ, അതെന്തായിരിക്കും, അങ്ങനെ ചെയ്യണോ, അങ്ങനെ ചെയ്താലാണോ ഗുണം എന്നുള്ള രീതിയിൽ നമുക്ക് എന്നാൽ ചില കാര്യങ്ങൾ കുഴപ്പമില്ല അതങ്ങനെ പോട്ടെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയില്ല അല്ലെ. ഉദാഹരണത്തിന് ഈ ഒരു സമയത്ത് കൂടുതലും വരുന്ന ഒരു ചോദ്യമാണ് ഷവ്വാൽ മാസത്തിലെ നോമ്പ് അല്ലെ. റമദാൻ കഴിയുമ്പം എല്ലാ വർഷവും എത്ര പ്രാവശ്യം ചോദിച്ചാലും വീണ്ടും വീണ്ടും ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണത് സുബ്ഹാനല്ലാഹ്. അപ്പം ഷവ്വാൽ നോമ്പിന്റെ കാര്യം ചിലർക്ക് ഒരുപാട് നോമ്പുകൾ കടം വീട്ടാനുണ്ടാവും അല്ലെ. എനിക്ക് ഏതായാലും കടം വീട്ടാനുണ്ട്, അതുകൊണ്ട് എനിക്ക് ഷവ്വാൽ എടുക്കാൻ പറ്റൂല, ഷവ്വാൽ നോമ്പ് എടുക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച് അതിനെ കളയുന്നവര്, അത്ര ചിന്തയില്ലാത്തവർ ഒരു പക്ഷെ ചോദിച്ചൊന്നുമല്ല. പക്ഷെ എനിക്ക് ആ ഒരു 6 നോമ്പും കൂടെ എടുത്തിട്ട് ഒരു വർഷത്തെ മുഴുവൻ പ്രതിഫലം വേണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ സ്വാഭാവികമായും ഇതെങ്ങനെ മാനേജ് ചെയ്യൂലേ, കടം നോമ്പുകളും ഷവ്വാൽ നോമ്പും. അപ്പൊ അവരത് ചോദിക്കുകയും ചെയ്യും. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള അതിയായ ആഗ്രഹം, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടി പ്രതിഫലം ലഭിക്കാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അറിയാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഹറാമാണോ ഹലാലാണോ, ഇങ്ങനെ ചെയ്താൽ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അറിയാൻ ആഗ്രഹമുള്ളവർ സ്വാഭാവികമായിട്ടും ചോദിക്കും. കാരണം ഒരു വ്യക്തിയുടെ മനസ്സിൽ ഹൃദയത്തിൽ ഈമാൻ ഉള്ളപ്പം ശരിക്കും ആ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നത് പോലെയാണ് അല്ലെ. ഈ ഹൃദയത്തിൽ ഈമാൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം ചത്തതുപോലെ. സുബ്ഹാനല്ലാഹ്. ഒരാൾ ശരിക്കും ഉണർന്നിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് ഫീലിങ്സ് ഉണ്ട്, അയാൾ സെൻസിറ്റീവ് ആണ് അല്ലെ. അയാൾ ആരെങ്കിലും ഒന്ന് നുള്ളിയാൽ അയാൾ അറിയും, വേദനിക്കും അയാൾക്ക്, സന്തോഷങ്ങളും സങ്കടങ്ങളും അയാൾക്ക് അറിയാം. പക്ഷെ നമ്മൾ ഹൃദയം ചത്തുപോയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഹൃദയം എപ്പോഴാ ചത്തുപോവാ, നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഇല്ലാണ്ടിരിക്കുമ്പോൾ അല്ലെ, നമ്മൾ തിന്മകളിൽ മുഴുകിയിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമുക്കൊരു ഫീലിംഗും ഉണ്ടാവില്ല പലപ്പോഴും. അത് നമുക്ക് ഏറ്റവും കൂടുതൽ സെൻസ് ചെയ്യാൻ പറ്റുക നമ്മുടെ നമസ്കാരങ്ങളിലും ഖുർആൻ പാരായണങ്ങളിലുമാണ് അല്ലെ. നമ്മൾ ഇത്തിരി അള്ളാഹിനെ കുറിച്ചുള്ള അബോധാവസ്ഥ ഗഫ്ലത്തിലും അല്ലെങ്കിൽ എന്തൊക്കെയോ തിന്മകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമസ്കാരത്തിലൊന്നും യാതൊരു ബോധവും ഉണ്ടാവില്ല അല്ലെ. തുടങ്ങുന്നതും തീരുന്നതും നമ്മൾ അറിയില്ല. അതേപോലെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥത്തെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കില്ല. നമ്മളത് ഓതുന്നതിന്റെ ഇടയ്ക്ക് പല നാടുകളിലും പല കാര്യങ്ങളിലും പോയി വന്നിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഇനി സ്ഥിരമായിട്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മളുടെ ഹൃദയം ഈ തിന്മകളിലും മറ്റ് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ മുഴുകി കവേർഡായിട്ട് ചത്ത് കിടക്കുന്ന ഹൃദയമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഈമാനുള്ള ഹൃദയത്തില് സുബ്ഹാനല്ലാഹ് ശരിക്കും അലേർട്ടായിരിക്കും. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഇത് ശരിയാണോ, ഇങ്ങനെ ചെയ്യണോ, അങ്ങനെ ചെയ്യണം. നമ്മൾ ഓരോ സംഭവങ്ങൾ, നമ്മൾ ഓരോ കാര്യങ്ങളോ സംസാരിക്കാൻ വേണ്ടി വായ തുറക്കുമ്പോഴും, അല്ലെങ്കിൽ ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റായിപ്പോയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു, അതായത് നമ്മുടെ ഹൃദയം ജീവിച്ചിരിക്കുന്ന അവസ്ഥയാണത്. മറ്റേതൊക്കെ ചത്ത ഹൃദയമാണ്. നമ്മളിങ്ങനെ മെക്കാനിക്കലി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും, നമ്മൾ അറിയുന്നില്ല ചെയ്യുന്നത് എന്താന്ന് അല്ലെ. നമുക്കൊരു ബോധമില്ല. നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, നമ്മൾ ദിക്റുകൾ എടുക്കുന്നുണ്ട്, എന്താ അതിന്റെ പിന്നിലുള്ള അർത്ഥം എന്ന് പോലും നമ്മൾ ആലോചിക്കുന്നില്ല, എന്തിനാ നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പോലും ആലോചിക്കുന്നില്ല. അപ്പം അവര് എന്താണ്, സഹാബാക്കൾ എന്ന് പറയുന്നത് അവര് ശരിക്കുള്ള ഈമാൻ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സീരിയസ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് ഖംറിനെയും മൈസറിനെയും പറ്റി, അതായത് മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അത് അനുവദനീയമാണോ. നമുക്കറിയാം അറേബ്യൻ സമൂഹത്തിലെ അന്നത്തെ കാലത്ത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ രണ്ടും അല്ലെ. സുബ്ഹാനല്ലാഹ്. അന്നത്തെ അറേബ്യൻ സമൂഹത്തിൽ മാത്രമല്ല ഇന്നും പല സ്ഥലങ്ങളിലും പല രീതിയിലും വളരെ കോമൺ ആണെന്ന് മാത്രമല്ല മുമ്പത്തതിനേക്കാൾ കുറച്ച് അധികരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം സഹാബാക്കൾക്ക് ഇതിനെ കുറിച്ച് അറിയണമായിരുന്നു. അവര് ചോദിക്കുകയാണ് അല്ലെ, ഹംറും മൈസറും. ഹംർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹ മീം റ. ഹംർ എന്ന് പറയുന്ന വാക്ക് ശരിക്കും ഡയറക്റ്റ് മീനിങ് നോക്കുമ്പോൾ ഈ മുന്തിരി ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ് ഫെർമെന്റ് ചെയ്ത്, അതായത് പുളിപ്പിച്ച, അതായത് വെച്ച് അല്ലെ, മുന്തിരി ജ്യൂസ് അങ്ങനെയാ പുളിപ്പിക്കുക, കുറെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം വെച്ച്
പുളിപ്പിച്ച മുന്തിരി ജ്യൂസിനാണ് ഖംർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു ഫെർമെന്റേഷൻ വന്നതുകൊണ്ട് തന്നെ അത് കുടിക്കുമ്പോൾ ഒരു ഇൻടോക്സിക്കേഷൻ, ഒരു ലഹരി കിട്ടും. ലഹരി വരും. എന്നാൽ ഈ ഒരു ഖംർ എന്ന് പറയുന്ന വാക്ക് ഈ ഒരു പുളിപ്പിച്ച മുന്തിരി ജ്യൂസിന് മാത്രമല്ല, ആ ഇഫക്റ്റ് ഉണ്ടാക്കുന്ന എന്തൊരു കാര്യത്തിനും, ഒരു മനുഷ്യനെ ഇൻടോക്സിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലഹരി പിടിപ്പിക്കാൻ കഴിയുന്ന ഏതൊരു സാധനത്തിനും ഖംർ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുക. മനുഷ്യന്മാര് ഈ സിറിഞ്ച് ഉപയോഗിച്ച് കയറ്റുന്ന ഡ്രഗ്സ് ഉണ്ട് അല്ലെ, നിന്ന് നമ്മുടെ ചുറ്റുപാടും ഇതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അധികരിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അത് സിറിഞ്ച് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വായിലൂടെ തന്നെയോ അല്ലെങ്കിൽ ഇങ്ങനെ മണത്ത് കയറ്റിയിട്ട് ഒരാൾക്ക് ലഹരി ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശ്വസിച്ചുകൊണ്ട് ലഹരി ഉണ്ടാകുകയാണെങ്കിൽ, പൈപ്പ് വഴി, ഏത് വഴിയാണെങ്കിലും ലഹരി ഉണ്ടാകുന്ന അല്ലെങ്കിൽ കുടിച്ചിട്ട് ഏത് രീതിയിലും ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഖംർ എന്നാണ് പറയാം. ഈ ഖംർ എന്ന് പറയുന്ന വാക്ക് മുഹാമറ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആ വാക്ക് എന്താണ്? എന്തെങ്കിലും ഒരു കാര്യത്തിനെ കവർ ചെയ്യുക, മറച്ചു വെക്കുന്നതിനാണ് ഈ ഒരു ഖംർ എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പം ഖംറും ഇത് തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. ഏതൊരു ലഹരി വസ്തുവും എന്താ ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ മനസ്സിനെ അങ്ങ് മറച്ചു കളയാണ്, അയാളുടെ ബുദ്ധിനെ മറച്ചു കളയാണ് അല്ലെ. ബുദ്ധിനെ മറച്ചു കളഞ്ഞിട്ട് അയാൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല അയാൾ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നതെന്ന് അയാൾക്ക് കൺട്രോൾ ഇല്ലാണ്ടാവുക അല്ലെ, ഉറക്കമില്ലാണ്ടാവുക, ഇനി സെൻസസ് അല്ലെ മര്യാദക്ക് കാണാതിരിക്കുക, മര്യാദക്ക് നടക്കാൻ പറ്റാതാവുക, എന്താ പറയുന്നതെന്ന് മനസ്സിലാവാതിരിക്കുക, സുബ്ഹാനല്ലാഹ്, ആ മോശപ്പെട്ട കാര്യങ്ങൾ പറയുക, ഒച്ച വെക്കുക, പാട്ട് പാടുക, അങ്ങനെ വളരെ നിന്ദ്യകരമായിട്ടുള്ള, നീചകരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ അവൻ അതൊട്ട് മനസ്സിലാവേയില്ല. അത്തരത്തില് മനുഷ്യന്റെ ബുദ്ധിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ള ഇഫക്റ്റ് ആണ് ഖംർ ഉണ്ടാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, കുല്ലുമ അസ്കറ അല വജ്ഹിൽ ലദ്ദതി വഹുവൽ ഖംർ. എന്തൊരു കാര്യവും, കുല്ലുമ അസ്കറ, എന്തൊരു കാര്യവും ഒരു വ്യക്തിനെ ഇൻടോക്സിക്കേറ്റ്സ്, ലഹരി പിടിപ്പിക്കുന്നുവോ, എന്നാൽ അതിനൊരു കാരണം കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്തിനാ അവനാ ഈ ലഹരി എടുക്കുന്നത്, എന്തിനാ ലഹരി അവന് ഏത് രീതിയിലാണെങ്കിലും, കുത്തിവെച്ചിട്ടാണെങ്കിലും മണത്തിട്ടാണെങ്കിലും കുടിച്ചിട്ടാണെങ്കിലും അവനത് എന്തിനാ എടുക്കുന്നത്? അല വജ്ഹിൽ ലദ്ദ. ലദ്ദ എന്ന് പറഞ്ഞാല് പ്ലഷർ, ഓക്കെ, അത് ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട്, സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നത് എന്തും എന്താണ്? ഫഹുവൽ ഖംർ, അത് ഖംറാണ്. അപ്പൊ പ്ലഷറിന് വേണ്ടിയിട്ട്, അവന്റെ ആ ഒരു ഇച്ഛാപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്, സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലെ എന്താണ് ഒരു വ്യക്തിനെ ലഹരി പിടിപ്പിക്കുന്നത് എന്തും ഖംറാണ്. ഇപ്പം ഒരാൾക്ക് ഒരു സർജറി കഴിഞ്ഞിട്ട് അനസ്തീഷ്യ കൊടുക്കുകയാണ്. അനസ്തീഷ്യ കൊടുക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, അവർ ബോധമില്ലാതിരിക്കുകയാണ്. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ മെല്ലെ മെല്ലെ അവരൊരു ബോധത്തിലേക്ക് വരും. ആ ഒരു ബോധത്തിലേക്ക് വരുന്ന പലപ്പോഴും ഒരു ഹാഫ് ബോധം ആദ്യം ഉണ്ടാവുള്ളൂ അല്ലെ. ചിലപ്പോൾ അവർ വല്ല പിച്ചുമ്പയൊക്കെ പറയും, കണ്ണ് തുറക്കും അടയ്ക്കും, അവരെന്താ പറയുന്നത് അവർക്ക് തന്നെ അറിയില്ല അല്ലെ, ഇടയ്ക്ക് ബോധം ഇല്ലാണ്ടാവും. എന്നാ ഇത് ഖംറാണോ? അല്ല. കാരണം അത് പ്ലഷറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതല്ല അല്ലെ, അയാളെ സുഖിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു കാര്യമല്ല. ഇതും അയാളുടെ ബുദ്ധിനെ കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ അനസ്തീഷ്യ അയാളുടെ ബുദ്ധിനെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഖംറയല്ല, കാരണം അത് പ്ലഷറിന് വേണ്ടിയിട്ട് എടുത്തതല്ല. അതുകൊണ്ട് തന്നെ അത് ഹറാമും അല്ല. അത് ലദ്ദയ്ക്ക് വേണ്ടിയിട്ട്, സുഖത്തിന് വേണ്ടിയിട്ട് എടുത്തതല്ല. അപ്പം ഇതൊരു മെഡിക്കേഷന്റെ ഭാഗമായിട്ട് ചില സമയത്ത് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ബോഡീന്റെ ഒരു പാർട്ട് അല്ലെ, ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ ആ ഭാഗം നമ്പായി പോകാൻ വേണ്ടിയിട്ട്, അതായത് ആ ഭാഗത്ത് യാതൊരു ഫീലിങ്സും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒക്കെ എടുക്കൂലേ, അവിടെ വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെയുള്ള മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഒരിക്കലും ഖംറല്ല. അത് പ്ലഷറിന് വേണ്ടിയിട്ട്, ലദ്ദയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന കാര്യങ്ങളല്ല. ഓക്കെ. അപ്പം ഖംർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് വൈന് ആൽക്കഹോൾ അല്ല, ഏത് തരത്തിലുള്ള ഡ്രഗ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് പെടും. പക്ഷേ അതെന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നതാണ്? എന്താണ്, ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട്, സുഖത്തിന് വേണ്ടിയിട്ട്, പ്ലഷറിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ കാറ്റഗറിയിൽ വരുന്ന മനുഷ്യനെ മത്ത് പിടിപ്പിക്കുന്ന, ലഹരി പിടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹറാമാണ്. അത് ഏത് രീതിയിൽ എടുത്താലും, അത് ശ്വസിച്ചുകൊണ്ട് എടുത്താലും, ഇൻജസ്റ്റ് ചെയ്തിട്ട് എടുത്താലും, വായിക്കൂടെ എടുത്താലും, എങ്ങനെ എടുത്തു കഴിഞ്ഞാലും അത് ഖംറാണ്, അത് ഹറാമാണ്.
അപ്പം അവര് ഖംറിനെ കുറിച്ച് ചോദിച്ചു. പിന്നെ എന്തിനെ കുറിച്ച് അവർ ചോദിച്ചത്? മൈസിർ. മൈസിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാംബ്ലിംഗ്, ചൂതാട്ടം. ചൂതാട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമാണ് അല്ലെ, ഒരു തരത്തിലുള്ള ചാൻസിന്റെ ഗെയിമാണ്. വിൻ ചെയ്യുന്നത് ഒരു ചാൻസ് വഴി ഉള്ള ഒരു ഗെയിമാണ്. ഉദാഹരണത്തിന് ഇപ്പം ഒരാള് അയാളുടെ സ്വത്ത് അല്ലെങ്കിൽ കുറെ പൈസ എന്തെങ്കിലും അയാളുടെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അത് വെച്ചിട്ട് ബെറ്റ് ചെയ്യാണ്. ഈ ഒരു ഗെയിം കളിച്ചോ, മിനിറ്റ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗെയിം കളിക്കുകയാണ്. അപ്പം ഇത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഗെയിം ഞാൻ ഇത്രയും സാധനം വെച്ചിട്ട് നമ്മളൊരു ഗെയിം കളിക്കുകയാണ്. നീ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കൊണ്ടുവന്നതെല്ലാം, അതെന്റെ പൈസ ആയിക്കോട്ടെ സ്വത്തായിക്കോട്ടെ എല്ലാം നിനക്കുള്ളതാണ്. അല്ലെങ്കിൽ ഞാനാണ് രണ്ടു കൂട്ടരും വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനാണ് വിൻ ചെയ്തതെങ്കിൽ നീ കൊണ്ടുവന്നില്ല ഞാൻ എടുക്കും. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള വെൽത്ത്, സ്വത്തിനെ, അത് പൈസയാവാം, സാധനങ്ങളാവാം, അല്ലാത്ത എന്താണ് സ്ഥലം, വീട് പോലെയുള്ള അസറ്റുകളാവാം, എന്തിനേയും ബെറ്റ് ചെയ്തിട്ട് ഒരു ഗെയിം കളിച്ചിട്ട് ആ ഗെയിമിന്റെ ചാൻസ്, അതായത് വിൻ ചെയ്യുന്നതിനോ ലോസ് ചെയ്യുന്നതിനോ ജയിക്കുന്നതിനോ തോന്നുന്നതിനോ അനുസരിച്ചിട്ട് ആ ബെറ്റ് ചെയ്ത സാധനം മുഴുവനും ആ ജയിക്കുന്ന ആൾക്ക് കിട്ടുക. ചിലര് 1000 രൂപയും കൊണ്ട് വരും, 7000 രൂപയും കൊണ്ട് പോകും അല്ലെ, അല്ലെങ്കിൽ 100 രൂപയും കൊണ്ട് വരും, ലക്ഷങ്ങളും കൊണ്ട് പോകും. ചിലപ്പം 10,000 അല്ലെങ്കിൽ കോടിയും കൊണ്ട് വരും, 0 പൈസയും കൊണ്ട് പോകും. അപ്പം അതാണ് ഗാംബ്ലിംഗ്. ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ബെറ്റിംഗ് അല്ലെങ്കിൽ ഒരു വാഗ്ദാനം, പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ ഉള്ള ഒരു മെറ്റീരിയൽ, അതെന്തോ ആവാം, പൈസ തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു സാധനവും ആവാം. അപ്പം എന്തെങ്കിലും ഒരു ഇവന്റ്, എന്തെങ്കിലും ഒരു ഗെയിം, ഇന്ന ഒരു കാര്യത്തിൽ ഇന്ന ആള് ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന സംഭവം കൊടുക്കും എന്നുള്ള രീതിയിൽ ഒരു ബെറ്റ് ചെയ്യുക. അതിന്റെ ഈ പറയുന്ന ഇവന്റ് എന്ന് പറയുന്നത് അത് ഗെയിം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിന്റെ റിസൾട്ട് അൺസർട്ടൺ ആണ്. ആർക്കും അറിയില്ല ഇതിനിപ്പോ എന്താ റിസൾട്ട് ഉണ്ടാവും, ഈ ഗെയിമിന് എന്താ എങ്ങനെയാണ് അതിന്റെ ഔട്ട്കം വരിക എന്നുള്ളത് അറിയില്ല. പക്ഷെ പ്ലെഡ്ജ് ചെയ്യണം, ഓക്കെ എന്റെ ഇന്ന സാധനങ്ങൾ വിൻ ചെയ്യുന്ന ആൾക്ക് പോവും എന്നുള്ളത് പോലെ. ഓക്കെ, അപ്പം ബേസിക്കലി ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഒരുപാട് എക്സ്ട്രാ മണി, എക്സ്ട്രാ പൈസ സമ്പാദിക്കുക, എക്സ്ട്രാ സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ചിലപ്പം ഈ ഒരു ഗെയിമിൽ നമുക്ക് കിട്ടുന്നൊക്കെ വരാം, വേറുള്ളവർക്ക് കിട്ടിയെന്ന് വരാം. എന്ത് സാധനമാണെങ്കിലും, പൈസയാണെങ്കിലും ഇതാണെങ്കിലും, അപ്പം നമുക്ക് അതുവഴി കൂടുതൽ കിട്ടുകയാണ്, കൂടുതൽ പൈസ അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ കിട്ടണം. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ മൈസർ എന്ന് വിളിക്കാൻ കാരണം? സീൻ റോ ആണ് റൂട്ട് അല്ലെ. ഈ റൂട്ട് നമുക്ക് നല്ല പരിചയമുള്ള റൂട്ടാണ്. യുസ്ര എന്ന് പറഞ്ഞ വാക്ക് എളുപ്പമാണ് അല്ലെ. മൈസർ എങ്ങനെയാ എളുപ്പമാവുന്നത്? ആ മൈസർ വഴി അല്ലെങ്കിൽ ചൂതാട്ടം വഴി ആളുകൾക്ക് എളുപ്പത്തിൽ പൈസ സമ്പാദിക്കാൻ പറ്റും അല്ലെ. ആളുകൾ ചൂതാട്ടം കളിച്ചിട്ട് മില്യനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ, കോടിപതികൾ, ലക്ഷപ്രഭുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട് ഒരൊറ്റ ഗെയിം കൊണ്ടൊക്കെ. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ പൈസ നഷ്ടപ്പെടുകയും ചെയ്യും. അവര് വർഷങ്ങൾ അവരുടെ എഫേർട്ട് എടുത്തിട്ട് അവരുണ്ടാക്കിയ സ്വത്തും സമ്പാദ്യവും ഒക്കെ ഒരു കാസിനോയിൽ പോയിട്ട് ഒരു ഗെയിം കളിച്ചിട്ട് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അതും വളരെ എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, വളരെ എളുപ്പത്തിൽ നഷ്ടപ്പെടുത്താനും പറ്റും. സുബ്ഹാനല്ലാഹ്. വേറൊരു അർത്ഥമുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ വിതരണം ചെയ്യാന്ന്, വിഭജിച്ച് കൊടുക്കാന്നൊക്കെ അതും അർത്ഥമുണ്ട്. യാസിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിതരണം ചെയ്യുന്നവെന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അപ്പം ഈ മുഷ്രിക്കുകൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് വെച്ചാൽ, അവർ ഇതുപോലത്തെ ഈ ചൂതാട്ട സ്ഥലങ്ങളിൽ വന്നിട്ട് അവർ ചിലപ്പോൾ അവർ പല സാധനങ്ങളും കൊണ്ടുവരും. ചിലപ്പോൾ അത് ഒട്ടകത്തിന്റെ ഇറച്ചിയായിരിക്കാം, ഇനി അതല്ലെങ്കിൽ ഒട്ടകം തന്നെ, അല്ലെങ്കിൽ ഒരു കുതിര, അങ്ങനെയുള്ളതിനൊക്കെ കൊണ്ടുവന്നിട്ട്, ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ ഡൈസിലെ നമ്മൾ പകിട നമ്പർ ഇട്ടിട്ട് എടുക്കുന്ന, അതുപോലെ അവർക്ക് ചില സ്റ്റിക്കുകൾ, വടികൾ, അല്ലെങ്കിൽ ആരോ, അമ്പെറിയൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു അവര്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗെയിം ആയിരുന്നു അവരെ ആ സമയത്ത്. അപ്പം ഓരോരുത്തർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ അവര് ഒട്ടകത്തിനെയോ എന്താണോ അവര് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ അതിന് അവര് പ്ലഡ് ചെയ്യും, ഈ ഗെയിമിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആരാണോ ജയിക്കുന്നത് അവർക്ക് ഈ പറഞ്ഞതെല്ലാം കിട്ടും. എല്ലാവരും പ്ലഡ് ചെയ്ത എല്ലാ സാധനങ്ങളും കിട്ടും. മറ്റേ തോറ്റ ആൾക്കാർക്ക് അത് നഷ്ടപ്പെടുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് മുശ്രിക്കുകളുടെ അവരുടെ ഒരു രീതിയായിരുന്നു.
ഇന്ന് ഇതിന്റെ പലതരത്തിലുള്ള വേർഷനുകൾ ഉണ്ട് അല്ലെ, ലോകത്ത് പല സ്ഥലങ്ങളിലായിട്ട് പല പേരുകളിൽ ഇതൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആരും അതിനകത്തൊന്നും ഇൻവോൾവ് ഒന്നും ആയിക്കൊള്ളണമെന്നില്ല, എന്നാലും അറിഞ്ഞിരിക്കല് നമുക്ക് ആവശ്യമാണ് അല്ലെ. എന്തുകൊണ്ട് ഈ മൈസർ എന്നുള്ളത് നമുക്ക് അപ്ലിക്കബിൾ ആണ് നമ്മളെ നാട്ടില്, അല്ലെങ്കിൽ നമ്മളോട് ഇന്ന് എന്തുകൊണ്ട് മൈസറിനെ കുറിച്ച് പറയണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം മൈസറിന്റെ പല രൂപങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഈ ലോട്ടറി ടിക്കറ്റ്സ് ആണോ അല്ലെ, ആൾക്കാർ 100 രൂപ 50 രൂപ ചിലപ്പോൾ 200 രൂപ എത്ര പൈസ ആണെങ്കിലും അത് കൊടുത്തിട്ട് അവര് ലോട്ടറി ടിക്കറ്റ് വാങ്ങും. അയാളുടെ ആ കൊടുക്കുന്ന പൈസ അയാൾ റിസ്ക് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ചാൻസ് ഉണ്ടല്ലോ, അതൊരു ഗെയിമാണ് അല്ലെ. ഈ പറഞ്ഞ പോലെ ലോട്ട് എടുത്തിട്ട് ഒരാൾക്ക് രണ്ടാൾക്കോ അല്ലെങ്കിൽ കുറച്ചാൾക്കാർക്ക് കിട്ടും ഇത്രയും പൈസ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കിട്ടും, അങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ ഈ പൈസ കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ആർക്കൊന്നും കിട്ടാറില്ല അല്ലെ. പിന്നെ ഇതൊരു തരത്തിലുള്ള അഡിക്ഷൻ ആയിട്ട് മാറും, പിന്നെയും ലോട്ടറി വാങ്ങാനുള്ള. പിന്നെ അതുപോലെയുള്ള മറ്റുദാഹരണങ്ങളാണ് ഇപ്പം നമ്മളെ നാട്ടില് ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലക്കി ഡ്രോ അല്ലെ, കൂപ്പൺ കിട്ടും. കൂപ്പൺ കിട്ടി അവിടെ നമ്മൾ എന്തിനാ കൂപ്പണിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? നമുക്ക് ഫ്രീ ആയിട്ട് എന്തൊക്കെയോ എക്സ്ട്രാ കിട്ടാനുള്ള ഒരു ആഗ്രഹം അല്ലെ. എളുപ്പത്തിൽ കാർ കിട്ടും, സ്കൂട്ടർ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേഗം ആ കൂപ്പൺ എഴുതിയിട്ട് എന്നിട്ട് അവരത് കുലുക്കി എടുക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ഇതൊക്കെ ഈ പറഞ്ഞ ചാൻസിന്റെ ഗെയിമില്, ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ചൂതാട്ടം, മൈസറിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇവൻ മുസ്ലിങ്ങളും പോലും വളരെ കൂളായിട്ട് ചെയ്യുന്ന അല്ലെ കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ കസിനോയിലൊന്നും പോയി കളിക്കേണ്ട കാര്യം ഇല്ല അല്ലെ. ഇപ്പം കസിനോസ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ മലേഷ്യ, സിംഗപ്പൂരൊക്കെ പോലെയുള്ള സിറ്റീസിൽ, അല്ലെങ്കിൽ ലാസ് വേഗാസ് പോലെയുള്ള അങ്ങനത്തെ ഭയങ്കര ഹൈഫൈ മെട്രോ സ്ഥലങ്ങളിലെ കസിനോസ് ഉള്ളു. പക്ഷെ ഇന്നിപ്പോ വീട്ടിനകത്തിരുന്നിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. പോക്കർ, റമ്മി പോലെയുള്ള ഗെയിമുകൾ സുബ്ഹാനല്ലാഹ് ഫോണില്. നമ്മളൊന്നും വിചാരിക്കേണ്ട നമുക്കൊന്നും ഇതൊന്നും ഇല്ലല്ലോ, പക്ഷെ നമ്മളുടെ പുതിയ തലമുറയെ ഇതൊക്കെ വെച്ച് പിടിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. കുറെ കുട്ടികൾ അല്ലെ ഇതുപോലെയുള്ള ഗെയിമുകളിലൊക്കെ പെട്ടുപോകുന്നുണ്ട്. അപ്പം അവിടെയും ഈ പറഞ്ഞ പോലെ കുറച്ച് പൈസ കൊടുത്തിട്ട് തന്നെയാണ് കളിക്കുന്നത്. അങ്ങനെ കുറെ പൈസകൾ നഷ്ടമാവുന്ന ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. അവര് പലതരത്തിലുള്ള ഗെയിമുകൾ ആ ആപ്പിൽ അറേഞ്ച് ചെയ്യും, അങ്ങനെ പൈസ ഇട്ട് കളിക്കും, കുറെ പൈസകൾ നഷ്ടമാവും, കുറെ പൈസ കിട്ടും. പിന്നെ കുതിരപ്പന്തയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട് അല്ലെ. അതിന് പേരിൽ ബെറ്റ് വെച്ചിട്ട് ഇന്ന കുതിര വിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ഓടിയെത്തുകയാണെങ്കിൽ ഇത്ര പൈസ, അത് കോടികളുടെ മേലിലൊക്കെ അങ്ങനത്തെ ഗെയിമുകൾ നമ്മളെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോഴും. സുബ്ഹാനല്ലാഹ്. പിന്നെ പലതരത്തിലുള്ള സ്പോർട്സിലെ ക്രിക്കറ്റ്, ഫുട്ബോൾ, അതിന്റെയൊക്കെ ബെറ്റിങ്ങിനെ കുറിച്ചൊക്കെ ന്യൂസുകളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേൾക്കാറുണ്ട്. അപ്പം ഇതൊക്കെ എന്താണ്? ഗാംബ്ലിംഗ് ആണ് അല്ലെ, ചാൻസിന്റെ ഗെയിമാണ്, അതായത് മൈസറുകളാണ് ഇതെല്ലാം. സുബ്ഹാനല്ലാഹ്. ഇനി ഇതൊന്നും പോരാത്തതിന് വളരെ സിമ്പിൾ ആയിട്ടില്ലേ, എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ അതിൽ ആര് വിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ബെറ്റ് വെച്ചിട്ട് പൈസ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നത് നടക്കാറുണ്ട്. പിന്നെ കുറച്ചും കൂടെ നമ്മളെ ഇടയിലേക്ക് വരുമ്പം ഒരുപക്ഷെ ഈ റാഫിളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്കൂളുകളിലൊക്കെ നടത്തുന്ന ചാരിറ്റി ഡ്രൈവ് ആയിരിക്കും ചിലപ്പോ. എന്തെങ്കിലും പാവപ്പെട്ടവരെ സഹായിക്കാൻ, ഹോസ്പിറ്റലിനെ സഹായിക്കാൻ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യുക അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെയും ഈ പറഞ്ഞ സംഭവം തന്നെയാണ് നടത്തുന്നത്. എന്താണ്? ചാൻസിന്റെ ഒരു ഗെയിമാണ്. ഓക്കെ. അപ്പം ഇത് ചാരിറ്റി അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഇഗ്നോർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കുഴപ്പമില്ലല്ലോ, ചാരിറ്റിക്ക് വേണ്ടിയല്ലേ. ഈ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗെയിമിൽ പങ്കെടുക്കാതെ വെറുതെ നമുക്ക് 100, 1000, 10,000 കൊടുക്കാം അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇതിനകത്ത് കൂടെ പോകുമ്പോൾ നമ്മൾ എന്തായി അറിയാതെ ഹറാമിലേക്ക് പെട്ടുപോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അനുവദനീയമല്ല. നമ്മൾ ദീനിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, വേറെ പേരിൽ അറിയപ്പെടുന്ന തെറ്റായ ഹറാമായ കാര്യങ്ങൾ വേറൊരു പേര് കൊണ്ട് മറച്ചു വെച്ച് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടുപോകുന്ന കാര്യങ്ങൾ, ഇപ്പൊ പലിശക്കാണെങ്കിലും ഇൻഷുറൻസിനാണെങ്കിലും ഒക്കെ അതിനൊക്കെ ഇതുപോലെ വേറെ പല പേരുകളിലും സുബ്ഹാനല്ലാഹ് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനു മുമ്പിൽ ഇട്ടുന്ന അവസ്ഥകളുണ്ട്. എപ്പോഴും ദുആ ചെയ്യാ, റബ്ബേ ഇതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കണേ അല്ലെ. ഹറാമായ നിനക്ക് തൃപ്തിയില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നമ്മൾ അറിയാതെ പോലും പെട്ടുപോകാതിരിക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ നമ്മൾ അറിയുന്നത് അപ്പൊ തന്നെ സെമഅ്നാ വ അത്വഅ്നായുടെ ആളുകളായി നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കണ്ണും കാതും ഹൃദയവും ഒക്കെ തുറക്കും. ഇതുപോലെയുള്ള എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഹിക്മത്ത്, അറിവ് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഇട്ട് തരും. അതിന് ഏതെങ്കിലും ആലിമൊന്നും ആയിക്കൊള്ളണം എന്നില്ല. നമ്മൾ അള്ളാഹിനെ അനുസരിച്ചാൽ മതി. അള്ളാഹ് നമ്മുടെ കണ്ണിനും കണ്ണിന് കാഴ്ചയും കാതിന് കേൾവിയും ഹൃദയത്തിന് ആ ഒരു ഫഹമും, അതായത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവൊക്കെ അള്ളാഹ് തരും. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിലാണ് നമ്മൾ ഇതുപോലെ പലതിലും പെട്ടുപോകുന്നത്.
പലപ്പോഴും ചാരിറ്റി തന്നെ പല പേരുകളിലും പല ഹറാമായ രീതികളിലും പൈസ ഉണ്ടാക്കിയിട്ട് ചാരിറ്റി കൊടുക്കുന്നത് ഒക്കെ നമ്മളെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതുപോലെ എന്ത് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാലും അതിനകത്ത് ഒരു ചെറിയ സംശയത്തിന്റെ എലിമെന്റ് പോലും ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തേക്ക് പോലും പോകണ്ട. ഒരു കാര്യം മനസ്സിലാക്കുക, ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്കത് അത്യാവശ്യമല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്തേക്ക് പോലും പോകണ്ട. അത്യാവശ്യമാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വെച്ചാൽ ഇതൊക്കെ ഓഫ് ടോപ്പിക് ആണ്. നമ്മൾ ഇപ്പം ചാരിറ്റിയും ഹറാമും റിബയും ഇൻഷുറൻസും ഒന്നല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം മൈസറാണ് ഇപ്പം. ഓക്കെ, നമ്മളെ ദീനില് ഈസി മണി, പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയും നമ്മളെ ദീനിലില്ല. നമുക്ക് അധ്വാനിച്ച് അല്ലെങ്കിൽ സേവനം ചെയ്ത് എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് അതല്ലെങ്കിൽ സ്വതക്കയായിട്ട് ഈ രീതികളെ നമ്മളെ ദീനിൽ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടികൾ, പെട്ടെന്ന് പൈസ കിട്ടുന്ന ഒറ്റ ദിവസം കൊണ്ട് പണക്കാരനാകുന്ന പരിപാടികളൊന്നും നമ്മുടെ ദീനിൽ, ഒരു ഗെയിം കളിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് കോടിപതിയാകുന്ന യാതൊരു പരിപാടിയും നമ്മുടെ ദീനിലില്ല. കാരണം അത് പലതരത്തിലുള്ള തിന്മകള് സമൂഹത്തിൽ ഉണ്ടാക്കും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കും. പോകെ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, അവര് നിന്നോട് ഖംറിനെ കുറിച്ചും മൈസറിനെ കുറിച്ചും ചോദിക്കുന്നു. അള്ളാഹു പറയുന്നു ഫീഹിമ ഇസ്മുൻ കബീറുൻ കുൽ, നീ പറയുക ഫീഹിമ ഇസ്മുൻ കബീറുൻ, അതിനകത്ത് രണ്ടിലും എന്താണ്, വലിയ ഇസ്മുണ്ട് അല്ലെ, തിന്മയുണ്ട്. കബീർ, വളരെ വലിയ തിന്മ അതില് രണ്ടിലും ഉണ്ട്. ഫീഹിമ, അതില് രണ്ടിലും. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തിനെ തിന്മ ചെയ്യാൻ അല്ലെ, വളരെ വലിയ തിന്മകൾ ചെയ്യിക്കുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ്, ഇസ്മുൻ കബീറുൻ, അത് തിന്മയാണ് അല്ലെ. അതുകൊണ്ട് ഒരിക്കലും അത് ഹലാലല്ല, അനുവദനീയമല്ല, ഹറാമാണ്. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും ആളുകൾ തർക്കിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് പറഞ്ഞും തർക്കിക്കാലോ അല്ലെ. അപ്പം ഹറാം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടില്ല ഖംറിന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലഹരികൾക്ക്. ഖുർആനിൽ ഹറാം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടില്ല, അപ്പൊ കുടിക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ വാദിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു ഇവിടെ എന്താ പറയുന്നത്, ഫീഹിമ ഇസ്മുൻ കബീറുൻ അല്ലെ. ഇസ്മ എന്ന് പറഞ്ഞാല് തിന്മയാണ് അല്ലെ, തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, അതും വലിയ തിന്മയാണ്. കബീറുൻ, അതുകൊണ്ട് തന്നെ അത് അനുവദനീയമല്ല. ഇനി അഥവാ സ്റ്റിൽ ഹറാം പറഞ്ഞില്ലല്ലോ എന്ന് ആരെങ്കിലും പറയണമെങ്കിൽ സൂറത്ത് അറാഫിൽ 33-ാമത്തെ ആയത്തില് ഖുൽ ഇന്നമ ഹറമ റബ്ബി അൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതന വൽ ഇസ്മ, നിന്റെ റബ്ബ് അല്ലെ, നീ പറയുക നിന്റെ റബ്ബ് ഹറമ, എന്തൊക്കെയാണ് നിഷിദ്ധമാക്കിയത്, ഹറമ റബ്ബി എന്താണ്, അൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതന, പരസ്യമായും ചെയ്യുന്ന നീചവൃത്തികളും, വൽ ഇസ്മ, തിന്മകളും നിന്റെ റബ്ബ് ഹറാമാക്കിയിരിക്കുന്നു. ആയത്ത് കുറച്ചും കൂടെ പോണുണ്ട്. പക്ഷെ തിന്മ അല്ലെ, ഇസ്മിനെ ഹറാമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞത്, ഹംറിനെയും മൈസറിനെയും കുറിച്ചിട്ട് ഫീഹിമ ഇസ്മുൻ കബീറുൻ അല്ലേ. അപ്പം ഇതിനെ ഹറാമാക്കിന്ന് വേറെ പ്രത്യേകം പറയണോ? ഇല്ല. ഇനി ഇതിന് പുറമെ ഹദീസിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതിലൊക്കെ വലിയ തിന്മയുണ്ടെന്ന് പറഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ നീതിയോടുകൂടിയും സത്യസന്ധമായിട്ട് ഒരു കാര്യം പറയുള്ളൂ അല്ലെ. അങ്ങനെയാണ് അള്ളാഹു തുടരുന്നത്, വമനാഫിഉ ലിന്നാസ്, എന്താണ് ഈ രണ്ട് കാര്യത്തിലും എന്തുണ്ട്, പ്രയോജനങ്ങളുണ്ട് ആളുകൾക്ക്. ഹറാമാക്കിയ കാര്യത്തിലോ അല്ലെ. എങ്ങനെയാ അതിനകത്ത് പ്രയോജനങ്ങൾ ഉണ്ടാവുക? മനാഫ്യ, മൻഫഅന്റെ പ്ലൂറലാണ്, നൂൻ ഐൻ, നഫഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രയോജനപ്പെടുക, മനാഫ്യ പ്രയോജനങ്ങൾ. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യത്തിലും പ്രയോജനങ്ങളുണ്ട്. നമുക്ക് പലർക്കും അറിയാം അല്ലെ. കുറെയൊക്കെ ഖംറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള ലഹരികൾ അല്ലെങ്കിൽ മദ്യം അത് എടുത്തു നോക്കുമ്പോൾ, ആൽക്കഹോളിനെ എടുത്തു നോക്കുമ്പോൾ എന്തൊക്കെയാണ് അതിനുള്ള പ്രയോജനങ്ങൾ? കുറേ ഉദാഹരണങ്ങൾ നമുക്കൊക്കെ അറിയാം. ഇപ്പം ഞാൻ കുറച്ച് പറയാം. ഇപ്പം റെഡ് വൈൻ, അത് കുറച്ച് ഒരു മോഡറേറ്റ് അളവിൽ കുടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ആന്റി ഓക്സിഡന്റ് കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട്. പക്ഷെ നിശ്ചയമായും അത് കുറച്ചധികം കുടിച്ചു കഴിഞ്ഞാൽ അത് ദോഷം തന്നെയാണ്. പിന്നെ ആൽക്കഹോള് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട്, ആന്റിസെപ്റ്റിക് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ മുറിവ് ക്ലീൻ ചെയ്യാന്, അതല്ലെങ്കിൽ അവിടെ ഇപ്പൊ മരുന്ന് വെക്കുമ്പം ഒക്കെ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആൽക്കഹോൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ റബ്ബിങ് ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ട് ഈ ലാബിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവർ കെമിക്കൽസുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് അപകടകരമായ കെമിക്കൽസ് ആവുമ്പം അതിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്
ആൽക്കഹോൾസ് യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ മുറിവുകൾക്ക് യൂസ് ചെയ്യാറുണ്ട്, സുഗന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈവൻ ചില ഫുഡ് റെസിപ്പികൾ, പ്ലം കേക്ക് പോലെയുള്ള ഫുഡ് റെസിപ്പികൾക്ക് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ചിലർക്ക് ഇല്ലേ അവരുടെ വിഷമങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട്, റിലാക്സേഷന് വേണ്ടിയിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. ചിലർ ചൂടിന് അല്ല ഭയങ്കര തണുപ്പാണെങ്കിൽ ഒരു ഇത്തിരി അടിച്ചു കഴിഞ്ഞാൽ ചൂടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിന് പ്രയോജനങ്ങളൊക്കെ ഉണ്ടായേക്കാം, പ്രയോജനങ്ങളൊക്കെ ഉണ്ടായേക്കാം അല്ലേ. പക്ഷേ ബാക്കി അള്ളാഹു തുറന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇനി ഇത് ഇപ്പം ആൽക്കഹോൾ ആണെങ്കിലും വല്ല ഡ്രഗ്സ് ആണെങ്കിലും ഒക്കെ അത് വിറ്റിട്ട് കുറെ പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് വലിയൊരു പ്രയോജനമാണ് അല്ലെ. ഇനി ഇതുപോലെ മരിജുവാന, ഒപ്പിയം പോലെയുള്ള ലഹരികള് കൃഷി ചെയ്തുണ്ടാക്കുന്നവർക്ക് അവർക്കിത് ഭയങ്കര പൈസയാണ്. അവർക്കും എന്താണ് ഇത് പ്രയോജനമാണ്. സുബ്ഹാനല്ലാഹ്. ഇനി മൈസറിനെ കുറിച്ച് പറയുമ്പോൾ, ചൂതാട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിനെന്താ പ്രയോജനം? ചിലപ്പം അല്ലെ അതില് ജയിക്കുന്ന ആൾക്ക് കുറേ പൈസ കിട്ടുകയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റാഫിൾ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചാരിറ്റിയാ ചെയ്യുന്നത്. അതുപോലെ കസീനോ നടത്തുന്ന ആളുകൾക്ക് അയാൾക്ക് നല്ല സമ്പാദ്യമില്ല, അയാള് അവിടെ വന്ന ആൾക്കാർ ഇതിങ്ങനെ കളിച്ചു പോവല്ലേ, അയാൾക്ക് നല്ല ബിസിനസ്സാണ്. ഇനി അതല്ല റമ്മി പോലെയുള്ള ആപ്പുകൾ ഉണ്ടാക്കിയ ആൾക്കാർക്ക്, ആ ആപ്പിന്റെ ആൾക്ക് നല്ല ബിസിനസ്സാണ്. ഇനി ഇതിന്റെയൊക്കെ പുറമെ ഇതിനകത്ത് ത്രില്ലുണ്ട്, എന്റർടൈൻമെന്റ് ഉണ്ട് അല്ലെ, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. അപ്പൊ ഇതിലൊക്കെ പ്രയോജനങ്ങള് നമ്മൾ ചകഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിലൊക്കെ പ്രയോജനങ്ങളുണ്ട്. പക്ഷെ അള്ളാഹു എന്താ പറയുന്നത്? വ ഇസ്മുഹുമ, ഇതിന്റെ രണ്ടിന്റെയും തിന്മകള് അക്ബറു മിൻ നഫഇഹിമ, അതിന്റെ എന്താണ്, ഇതിന്റെ രണ്ടിന്റെയും തിന്മകൾ അതിന്റെ പ്രയോജനത്തെക്കാൾ വലുതാണ്. ഓക്കെ, അതിന് പ്രയോജനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, പ്രയോജനങ്ങൾ ഉണ്ട് താനും. പക്ഷെ അതിന്റെ തിന്മ അതിന്റെ പ്രയോജനത്തിനേക്കാൾ വലുതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് കൂടുതൽ. അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് അത് പാടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ആളുകൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും പ്രയോജനങ്ങളും അല്ലെങ്കിൽ ദോഷങ്ങളുമുള്ള കാര്യങ്ങളുണ്ടാവും അല്ലേ. ഇപ്പം ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ആളുകൾ അതിനകത്ത് ഭയങ്കര പ്രയോജനം കാണുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം പലതിലും പ്രയോജനവും ഉണ്ടാവും ദോഷവും ഉണ്ടാവും. നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം അല്ലെ, പ്രയോജനമാണോ അല്ലെങ്കിൽ ദോഷമാണോ കൂടുതൽ, എന്താണ് കൂടുതൽ. അപ്പം ഇവിടെ എന്താണ്, ഇതിന്റെ ദോഷമാണ് അല്ലെങ്കിൽ തിന്മയാണ് കൂടുതൽ അല്ലെ. എന്തൊക്കെ പ്രയോജനം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പൊ നമ്മൾ മേലെ പറഞ്ഞ എന്ത് ഗുണം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാലും, എന്ത് ഐഹികമായ നേട്ടം നിങ്ങൾക്ക് നേടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും സത്യത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാണ് അല്ലെ. അങ്ങനെ അള്ളാഹു എന്തെങ്കിലും ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്ത് പ്രയോജനം അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പരലോകത്ത് സഫറിങ് ആണ്. അപ്പം അതിന്റെ ദോഷമാണ് അതിന്റെ ഗുണത്തിനേക്കാൾ മേലെ നിൽക്കുന്നത്, അതിന്റെ തിന്മയാണ് അതിന്റെ പ്രയോജനത്തിനേക്കാൾ മേലെ നിൽക്കുന്നത് അല്ലെ. ഇപ്പൊ ചിലർ പറയും, ഇപ്പൊ നമ്മൾ നേരത്തെ റെഡ് വൈൻ്റെ കാര്യം പറഞ്ഞ പോലെ കുറച്ച് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഭയങ്കര ഗുണമാണ് അല്ലെ. അപ്പൊ എന്നെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോഡി ഒന്ന് ചൂടായിരിക്കാൻ വേണ്ടിയിട്ട്, എന്റെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കുറച്ച് കുടിക്കും. കുറച്ച് കുടിച്ചത് നിർത്താൻ പറ്റുമോ? ഇല്ല അല്ലെ. അത് അഡിക്ഷൻ ആവും. സുബ്ഹാനല്ലാഹ്. വളരെ ഈസി ആയിട്ട് അത് അഡിക്ഷൻ ആവും. അപ്പം പ്രയോജനം കിട്ടിയാൽ പോലും അതിനേക്കാളേറെ അത് ദോഷമാണ് ഉണ്ടാക്കുക അല്ലെ. അത് കാരണമുള്ള സഫറിങ് ആണ് കൂടുതൽ. ഇപ്പൊ ഒരാള് പാർട്ടി പോയി, അയാൾ ജസ്റ്റ് അല്ലെ ഒരു സന്തോഷത്തിന് വേണ്ടി അയാൾ ഇത്തിരി അടിച്ചു കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നിട്ട് അയാൾക്ക് വീട്ടിലെത്തണം ഡ്രൈവ് ചെയ്തിട്ട്, ആ പോണ പോക്കിൽ അയാൾ ആരെങ്കിലും ഒരു ഹിറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും വണ്ടിയിൽ ഇടിച്ചിട്ട് ആ ഇടിച്ച് വീണ ആള് കാലാകാലം വീൽ ചെയർ ആയി പോവുക അല്ലെങ്കിൽ മരിച്ചു പോവുക. അയാളുടെ ഈ ഒരു സന്തോഷം അല്ലെങ്കിൽ സുഖം എന്ന് പറഞ്ഞ ആ ഒരു പ്രയോജനത്തിന് എങ്ങനെയെങ്കിലും ഈ മരിച്ച ആളുടെ ജീവിതത്തിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ പ്രയോജനങ്ങള് അല്ലെങ്കിൽ സുഖങ്ങള് ഗുണങ്ങള് ദോഷത്തെക്കാൾ എന്താണ് കുറവാണ്, അല്ലെങ്കിൽ അതിന്റെ തിന്മയാണ് വലുത്. ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, അതുകൊണ്ട് അത് അനുവദനീയമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാണ്. ഇപ്പം ഈവൻ ഇപ്പം ചിലപ്പോൾ ഗാംബ്ലിംഗ് പോലെയുള്ള കാര്യത്തിൽ ലോട്ടറി ഒക്കെ കിട്ടിയ ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് വലിയ പണക്കാരാവുന്നതൊക്കെ കാണാം അല്ലെ. ഒരുപാട് കഥകൾ തന്നെയുണ്ട് അങ്ങനെ. സ്വാഭാവികമായി ഇത് കാണുമ്പോൾ മറ്റുള്ളവരല്ലോ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ആ ഒരു അസൂയയും ആ ഒരു നഷ്ടബോധവും ഒക്കെ കാരണം ഇയാള്
നശിച്ചു പോണതും, അല്ലെങ്കിൽ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് കോടിപതി ആവുമ്പോ അല്ലെ, അതുവഴി പല തെറ്റായ കാര്യങ്ങളിലേക്കും ചെല്ലുകയും അതുവഴി നാശം അടയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, അള്ളാഹു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് അപ്പീലില്ല അല്ലെ. കാരണം പലരും ചിലപ്പം വാദിക്കും ഇതിന് പ്രയോജനം അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഹറാമാക്കി, ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്തേക്ക് നമ്മൾ വേറൊന്നും പറയണ്ട അല്ലെ. ഇപ്പം ഈവൻ പലിശയുടെയും ഇൻഷുറൻസിന്റെയും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ആളുകൾ എങ്ങനെയാ ഇതില്ലാണ്ട് പറ്റുക അല്ലെ, ഒരു വീടിന് ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല, എന്തൊക്കെ ഗുണങ്ങളാല്ലേ, നമ്മൾ കുറച്ച് കുറച്ച് അടച്ചു തീർത്താൽ മതി. അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റിന് സുബ്ഹാനല്ലാഹ് അത്രയും വലിയൊരു രോഗം വന്ന് ക്യാൻസർ പോലെ ഇൻഷുറൻസ് ഇല്ലാതെ എന്താക്കും, നമ്മൾ പ്രീമിയം അടച്ചുകൊണ്ട് നമുക്ക് വലിയൊരു എമൗണ്ട് കിട്ടുകയല്ലേ. അപ്പൊ അതിന് ആ പ്രയോജനമുണ്ട് ഈ പ്രയോജനമുണ്ട്, അവര് ചെയ്യുന്നുണ്ട് ഇവര് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം പലപ്പോഴും ഇങ്ങനെ ആളുകൾ വാദിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്യും ഇവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി, ഇവരെങ്ങനെ മനസ്സിലാക്കിക്കാൻ പറ്റും. ഒരുപാടൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അള്ളാഹു ഹറാമാക്കിയതാണ്, അത്രയും മതി അല്ലെ. നമുക്കൊരു കാര്യത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അള്ളാഹു ഹറാമാക്കിയതാണ്, അതിനപ്പുറത്തെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. ഇനി ഈ മൈസൂരിന്റെ കാര്യം പറയുമ്പോൾ അപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന കുറെ, അല്ലെങ്കിൽ വലിയവരുടെയും കുട്ടികളുടെയും ഒക്കെ ഇടയിൽ നടക്കുന്ന ഗെയിമുകളുണ്ട് പലതും അല്ലെ. മോണോപ്പൊളി, കാർഡ് ഗെയിംസ്, ജാക്ക് പോട്ട്. മിക്കവാറും ഏതൊരു ഫാമിലി മീറ്റപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ജാക്ക് പോട്ട് പോലെയുള്ള, ജാക്ക് പോട്ട് തന്നെയല്ലേ പറയാം, ഹൗസി ഗെയിമുകൾ അതൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പം അതൊക്കെ മൈസൂറാണോ, മൈസൂരിൽ പെടുവോ? അതായത് ഇപ്പം ഈ പറഞ്ഞ കാർഡ് ഗെയിംസ് ഒക്കെ ഒരു പൈസയും പൈസയൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഒന്നും ബെറ്റ് ചെയ്യാതെ കളിച്ചു കഴിഞ്ഞാല്, മൊണോപ്പൊളി ഗെയിം അറിയോന്ന് അറിയില്ല, ഒരു ഗെയിം സെറ്റ് വാങ്ങിയിട്ട് കളിക്കുന്ന, അതൊക്കെ എനിക്കൊന്നും ഇവിടെ നാട്ടിലില്ലെങ്കിൽ ഗൾഫിലുള്ളവരൊക്കെ കുറച്ചധികം കളിക്കുന്ന ഗെയിം ആയിരുന്നു, ഇപ്പോഴും ഉണ്ടോന്ന് അറിയില്ല. അപ്പം പൈസയും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ഒരു മിഠായി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാതെ ഈ ഗെയിമുകൾ കളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? അപ്പം ഈ ഒരു മൈസൂറിന്റെ റൂള് വെച്ചിട്ട്, അതായത് ചാൻസിന്റെ ഗെയിമിന്റെ റൂള് വെച്ചിട്ട് അങ്ങനെ കളിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അവിടെയും വേറെ ദോഷങ്ങളുണ്ട്. ഓക്കെ, കാരണം ഈ ചൂതാട്ടം പോലെയുള്ള ഗെയിം എന്ന് പറയുന്നത് നമ്മൾ ഒരു പൈസ വെക്കുകയാണ്, എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയില്ല, ആരാണ് വിൻ ചെയ്യുന്നത് അവർക്ക് പൈസ കിട്ടുകയാണ് എന്നുള്ളതാണ് അതിന്റെ നിയമം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഹറാമാണ്. പക്ഷെ നമ്മൾ സാധാരണ ഇതുപോലെ പൈസ ഒന്നും വെക്കാത്ത കളികൾ കളിക്കുമ്പോൾ അതിലുള്ള ഒരു ദോഷം എന്ന് പറയുന്നത്, ഈ എന്തൊരു ഗെയിം ആണെങ്കിലും അത് കളിച്ച് 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 നമുക്ക് അഡിക്ഷനായി മാറും. സുബ്ഹാനല്ലാഹ്. പിന്നെ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൈസറിലൂടെ അല്ലെങ്കിൽ ചൂതാട്ടത്തിലൂടെ ശൈത്താനും മനുഷ്യന്മാരുടെ ഇടയിൽ വെറുപ്പ്, അദാവ വൽ ബഗദ ഒക്കെ, ബഗദ അതായത് വെറുപ്പും ശത്രുതയും ഇട്ട് കൊടുക്കും. ആളുകൾ ഇതുപോലെയുള്ള കളി കളിക്കും, ഒരാൾ ജയിക്കും, അയാൾ തന്നെ ജയിക്കുമ്പോൾ മറ്റേ ആൾക്ക് ശത്രുതയാവും അല്ലെ. രണ്ടാള് ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും കളിക്കാൻ വരുന്നത്, പക്ഷെ പുറത്തേക്ക് പോകുന്നത് ശത്രുക്കളായിട്ടായിരിക്കും. അതേപോലെ ഇങ്ങനത്തെ ഗെയിമുകൾ, എന്ത് ഗെയിം ആണെങ്കിലും, സാധാരണ ഒരു കാർഡ് ഗെയിം ആണെങ്കിലും കളിച്ച് 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 ആൾക്കാർക്ക് അതിനോട് അഡിക്ഷൻ ആവും, അതിൽ സീരിയസ് ആവും. ആളുകൾ കളിച്ച് കഴിയുമ്പോൾ അതിന്റെ പേരിൽ ഫൈറ്റ് ചെയ്യും അല്ലെ. ഇന്നത്തെ കാലത്ത് അതിന് പോലും ഫൈറ്റ് ചെയ്യുകയും കൊല്ലുകയും ചെയ്യുന്ന ഉദാഹരണങ്ങൾ നമ്മളെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. അപ്പം ഇതിനർത്ഥം ഇതുപോലെയുള്ള ഒരു ഗെയിമും നിങ്ങൾ ഇനി ജീവിതത്തിൽ കളിക്കരുത് എന്നല്ല, പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അതിനകത്ത് അധികമായി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും അല്ലെ. ഇപ്പം കുട്ടികൾ യൂനോ കാർഡ് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് അവർ പൈസയൊന്നും വെച്ച് കളിക്കുന്നതല്ല, പക്ഷെ അവർ കളിച്ച് 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 അവർക്ക് തന്നെ അതിന് കൺട്രോൾ ഇല്ലാണ്ട് അത് അഡിക്ഷൻ ആയിട്ട് മാറും. ഇതുപോലത്തെ എന്തും മണിക്കൂറുകളോളം. പക്ഷെ ഇപ്പം യൂനോ കാർഡ് എന്നൊന്നും പറയുന്നത് എനിക്ക് തോന്നുന്നു അത്ര വലിയ പ്രസക്തിയില്ല, കാരണം അതിനൊക്കെ കവച്ചു വെക്കാനുള്ള അഡിക്ഷൻസുമായിട്ട് മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട് അല്ലെ. മൊബൈൽ ഫോണിനകത്ത് പലതരത്തിലുള്ള ഗെയിമുകളും ഈ പറഞ്ഞ എല്ലാ അഡിക്ഷൻസിനെയും കവച്ചു വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്ക് വേറൊരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം, ഇപ്പോഴത്തെ സ്കോപ്പിലില്ല, നമ്മൾ പറഞ്ഞു കാട് കയറി പോകണ്ട. അപ്പം ഇത് തന്നെ, അതായത് ഈ ഒരു മൈസറിന്റെയും ഹംറിന്റെയും കീഴിൽ തന്നെ ഒരുപാട് കാര്യങ്ങളും സംശയങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളും നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. നമുക്ക് ഇതേ ടോപ്പിക്കിന് ഇനിയും ഖുർആനിൽ വരുന്നുണ്ട്, അപ്പം കൂടുതൽ ഡിസ്കസ് ചെയ്യാം. തുടർന്ന് അള്ളാഹു പറയണ വയസ്അലൂനക മാദാ യുൻഫിഖൂൻ, അവര് ചോദിക്കുന്നു നമ്മൾ എന്താണ് ചെലവഴിക്കേണ്ടത്. സഹാബാക്കള് അവര് ചോദിക്കുന്നത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്നല്ല അല്ലെ. മൈസറിലൂടെ ഒക്കെ അവർ ചെയ്യുന്നത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കലാണ്. എങ്ങനെ മറ്റുള്ളവരുടെ സ്വത്തിനെ അടിച്ചു മാറ്റാം എന്നല്ല അവർ ചോദിക്കുന്നത്. അവരെന്താ ചോദിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ്, എന്താണ് ചെലവഴിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. എത്രയാ ചെലവഴിക്കേണ്ടത്? അള്ളാഹു പറയാണ് കുലിൽ അഫ്,
എക്സ്ട്രാ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ കൊടുക്കുക. എഫ് എന്ന് പറയുന്നത് ഐൻ ഫ വ. എഫിന്റെ അർത്ഥം നമുക്കറിയാം അല്ലെ, പുറത്തു കൊടുക്കല്, പാപമോചനം എന്നൊക്കെയുണ്ട്. പക്ഷെ അതിന് ആ ഒരു അർത്ഥം മാത്രമല്ല, കെസ്ര അല്ലെങ്കിൽ ഫബ്ല്, എക്സ്ട്രാ ഉള്ളത് നമ്മളുടെ കയ്യിൽ, അതായത് നമ്മളുടെ ആവശ്യങ്ങൾക്ക് അപ്പുറത്തുള്ളതിനാണ് എന്ത് എഫ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അത് കൊടുത്തെന്ന് വെച്ചിട്ട് നമുക്ക് വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അല്ലാഹു പറയാണ് എഫ് ആയിട്ടുള്ളത് നിങ്ങൾ കൊടുക്കുക, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. സാധാരണഗതിയിൽ ആളുകൾ ഇതുപോലെ ലോട്ടറി ടിക്കറ്റ് ഒക്കെ വാങ്ങുക എന്തുകൊണ്ടാണ്, ഇവർ ഏതെങ്കിലും വഴിക്ക് പോകുമ്പോൾ അവരുടെ കയ്യിലുള്ള എക്സ്ട്രാ പൈസ കൊണ്ടാണ് അവരത് വാങ്ങുക. എക്സ്ട്രാ പൈസകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ അത്യാവശ്യങ്ങൾക്കുള്ള പൈസകൾ കൊണ്ടല്ല. ഈവൻ ഇപ്പൊ ഹംറാണെങ്കിലും അതിനകത്ത് അഡിക്റ്റ് ആയിട്ട് ഭ്രാന്തായിട്ടുള്ള ആൾക്കാരല്ലാത്തവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ ചെലവുകളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ടാണ് വാങ്ങല്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിങ്ങളുടെ കയ്യിലുള്ള എക്സ്ട്രാ പൈസ നിങ്ങൾ എന്താക്കണം, പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. കാരണം ഹംറും മൈസറും എന്താ ചെയ്യുക, നമ്മളെ സെൽഫിഷ് ആക്കും അല്ലെ. എന്റെ ഇച്ഛകള്, എന്റെ സുഖങ്ങള്, എന്റെ സ്വത്ത്. മൈസറാവുമ്പോൾ എനിക്ക് കൂടുതൽ സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചൂതാട്ടം കളിക്കുന്നത്. ഹംറ് എന്താണ്, എന്റെ ഇച്ഛകള്, എന്റെ സന്തോഷം, എന്റെ സുഖം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെ. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഈ ഹംറും മൈസറും. പക്ഷെ അള്ളാഹു പറയുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുക. അപ്പൊ നമ്മൾ എന്താകാണ്, അവർക്ക് വേണ്ടിയിട്ട് ചിന്തിക്കാൻ തുടങ്ങും അല്ലെ. നമ്മുടെ സെൽഫിഷ്നെസ് അങ്ങോട്ട് പോവും. ഒരു 10 റുപ്യ എക്സ്ട്രാ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 റുപ്യ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ലോട്ടറി ടിക്കറ്റ് വാങ്ങാണ്ട് നിങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഗെയിമിലിടാതെ നിങ്ങൾ മറ്റുള്ളവരെ ആവശ്യങ്ങൾ നിറവേറി കൊടുക്കാൻ നോക്കല്ലേ. വസ്ത്രം ഇല്ലാത്തവന് വസ്ത്രം കൊടുക്കുക, വിദ്യാഭ്യാസത്തിന് പൈസ ഇല്ലാത്തവനെ സ്പോൺസർ ചെയ്യുക. അപ്പം സഹാബാക്കൾ ചോദിക്കണം, വയസ്അലൂനക മാദാ യുൻഫിഖൂൻ, അള്ളാഹു പറയുന്നു ഖുലിൽ അഫ്, എക്സ്ട്രാ ഉള്ളത്. സുബ്ഹാനല്ലാഹ്, അവര് സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെ. അതായത് ഈ രണ്ട് കാര്യങ്ങളും, ഹംറും മൈസറും അതിന്റെ കൂടെ എക്സ്ട്രാ ഉള്ളത് ചെലവാക്കുന്നതും രണ്ടും ഒരേ ആയത്തില് പറയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഹംറും മൈസറിൽ നിന്നും ഹിജ്റ പോവാ, എങ്ങോട്ട്, മറ്റുള്ളവരുടെ മേൽ ചെലവഴിക്കുന്നതിലേക്ക് അല്ലെ. നമ്മൾ ഹിജ്റയുടെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തൊരു തെറ്റായ കാര്യത്തിൽ നിന്നും മാറി നിൽക്കൽ അല്ലെ, അതിൽ നിന്ന് അകന്നു പോകല് ഹിജ്റയാണ്. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ഗ്രൂപ്പ് ആളുകൾ, ഒരു ഗോത്രത്തിൽ നിന്നുള്ള ആൾക്കാർ വന്നു. മരുഭൂമിയിൽ താമസിക്കുന്ന വളരെ ദരിദ്രരായിട്ടുള്ള ആളുകൾ. അപ്പം അവരുടെ കാഴ്ചയിൽ തന്നെ, അവരുടെ വസ്ത്രധാരണത്തിലാണെങ്കിലും, അവരുടെ കൂടെ വന്ന മൃഗങ്ങളെ കാര്യത്തിലാണെങ്കിലും, ഈവൻ അവരുടെ ലുക്കിൽ തന്നെ ഭയങ്കര വീക്കായിട്ടുള്ള ആൾക്കാർ, അവർ ആവശ്യക്കാരാണെന്ന് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ ഒട്ടകത്തിന്റെ മേലെ കയറി നിന്നിട്ട് എല്ലാ ആളുകളെയും അഡ്രസ് ചെയ്തിട്ട്, ആരുടെയൊക്കെ കയ്യിൽ ഇന്ന സാധനം എക്സ്ട്രാ ഉണ്ടോ അത് നിങ്ങൾ ഇവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന സാധനം ഉണ്ടോ അത് നിങ്ങൾക്ക് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധനങ്ങളുടെ ലിസ്റ്റുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പം അവര് സ്വഹാബാക്കള് പറഞ്ഞു, അപ്പൊ നമുക്ക് ഒരു സാധനവും എക്സ്ട്രാ വെക്കാൻ പാടില്ല എന്ന് തോന്നുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ഒരു 10 പർദ്ദ, ഒരു 8 ഹിജാബ്, ചുരിദാറിന് കണക്കില്ല അല്ലെ, 7 ബാഗ്, അതിലൊന്ന് കൊടുത്തെന്ന് വെച്ചാൽ നമ്മളെ ബാധിക്കുക പോലും ഇല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ, ഒരു മെജോറിറ്റി ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ല എന്ന് പറയാൻ പറ്റൂല. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാം അല്ലെ. ഇനി അഥവാ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ തന്നെ പോയി അത് വാങ്ങുകയും ചെയ്യാം. എന്നാൽ അതിന് വളരെ അത്യാവശ്യമുള്ള ആളുകളുണ്ട് അല്ലെ, വളരെ ഡെസ്പറേറ്റ് ആയിട്ട്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കൂടെ തന്നെ പലരും ഉണ്ട് ഇങ്ങനത്തെ പല കാര്യങ്ങൾക്കും അത്യാവശ്യമുള്ള ആളുകൾ അല്ലെ. അവരിൽ ചിലപ്പോൾ ഒന്നുപോലും ഉണ്ടാവില്ല, നമ്മുടെ ആ ഒരു ഒന്ന് കിട്ടിയാൽ ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ നമ്മളുടെ എക്സ്ട്രാ ഭക്ഷണം, എക്സ്ട്രാ പൈസ, എക്സ്ട്രാ ബുക്ക്, എക്സ്ട്രാ സ്റ്റേഷനറീസ് അല്ലെ, നമ്മുടെ വീടിന്റെ പല മൂലകളിലായിട്ട് ഇരുന്ന് പൊടി പിടിക്കുന്ന പല സാധനങ്ങളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയണ, നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കെയർ ചെയ്യുക, എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. അങ്ങനെ എല്ലാവരും അത് കൊടുത്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ശരിക്കും പാവങ്ങൾ ഉണ്ടാവില്ല അല്ലെ. ഇവിടുത്തെ പണക്കാരൊക്കെ തന്നെ അവരുടെ കയ്യിലുള്ള എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാവങ്ങൾ നാട്ടിൽ ഉണ്ടാവില്ല, ആരും ആവശ്യക്കാരായിട്ട് ഉണ്ടാവുകയില്ല. നമ്മളൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പം ആവശ്യമുള്ള ചിലപ്പം അരി സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടാവും, അതിന് പുറമെ അല്ലെ ഒരു എന്തെങ്കിലും ഒരു ക്രീമോ അതുപോലെ എന്തെങ്കിലും ചോക്ലേറ്റ്സോ അതുപോലെ പല പല സാധനങ്ങൾ കാണുമ്പോൾ നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്നും ചിന്തിക്കാതെ വാങ്ങുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ഒരു പ്രയാസവും ഇല്ലാണ്ട് അല്ലെ. എന്നാ
ആൾക്കാരുണ്ട് അവിടെ. അവർക്ക് ഈ ക്രീമോ ലോഷനോ അല്ലെങ്കിൽ ഒരു പെർഫ്യൂമോ ഒന്നും വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റൂല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവരുടെ ബേസിക് ആയിട്ടുള്ള ഭക്ഷണവും അല്ലെ ഫീസും അത് മീറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ രോഗത്തിനുള്ള മരുന്നും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കലാണ് ഈ നേരത്തെ പറഞ്ഞ ഹംറും മൈസറും അല്ലെ, നിങ്ങളുടെ സുഖം, നിങ്ങളുടെ സമ്പാദ്യം. യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫ്, എക്സ്ട്രാ ഉള്ളത് നിങ്ങൾ ചെലവാക്കുക. സഹീഹ് മുസ്ലിമിലുള്ള വന്നിട്ടുള്ള ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലയോ ആദമിന്റെ സന്തതികളെ, നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ളത് ചെലവഴിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അത് ചെലവഴിച്ചു കഴിഞ്ഞത് എന്താണ്, നിങ്ങൾ അത് കയ്യിൽ വെക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം അത് ചെലവഴിക്കലാണ്. നിങ്ങൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ ദോഷകരമാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മൾക്ക് എക്സ്ട്രാ ഉണ്ടാവുമ്പോൾ അല്ലെ, സുബ്ഹാനല്ലാഹ്, നമ്മൾ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ സമയത്തിന്റെ മെജോറിറ്റിയും ഇത്തരത്തിലുള്ള എക്സ്ട്രാ കാര്യങ്ങൾക്ക് വേണ്ടി കളയുന്നവരാണ് അല്ലെ. നമുക്കൊരു 20 ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ 20 ഡ്രസ്സ് അലക്കാനും മടക്കാനും അതിനെ സംരക്ഷിക്കാനും നമ്മൾ എത്ര സമയം കളയണം? അതേസമയം ഒരു 3 ഉള്ളെങ്കിലോ ഈസിയാണ് കാര്യങ്ങൾ അല്ലെ. അതുപോലെ നമുക്ക് ഒന്ന് വേണമെങ്കിൽ അതിനെ പെറുക്കിയെടുക്കാൻ ഏതെല്ലാം അലമാരി തിരയണം, ഏതെല്ലാം അട്ടീന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വലിച്ചെടുക്കണം. ഒരു 250 ഡിന്നർ പ്ലേറ്റുകൾ ഉണ്ടാവും അല്ലെ, പലതരത്തിലുള്ള പല വെറൈറ്റി. അന്ന് അവിടുന്ന് പോയപ്പോ കൊണ്ടുവന്നത്, ഇവിടുന്ന് പോയപ്പോ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുള്ള ഡിന്നർ സെറ്റുകൾ. സുബ്ഹാനല്ലാഹ്, നമുക്ക് വേണ്ട സാധനങ്ങൾ പെറുക്കിയെടുക്കാൻ തന്നെ ഭയങ്കര പാടാ. പിന്നെ ക്ലീനിങ്ങിന്റെ കഥ ഇട്ട് പറയുകയും വേണ്ടല്ലേ. എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും, എത്ര റീഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാലും ഇനിയും അത്ര 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 ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, എന്നാലിട്ട് നമ്മളിട്ടൊന്നും മുഴുവനൊന്നും കൊടുക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, നമ്മളിപ്പോ എന്താണെന്നറിയില്ല, കഴിഞ്ഞ കുറേ ആയത്തുകളിലായിട്ട് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ. ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും 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 പറയാണ്. സുബ്ഹാനല്ലാഹ്, തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങിയേ മതിയാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചാടിക്കുകയാണ്, ഇരിക്കാൻ സമ്മതിക്കൂല. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും നമ്മൾ ഷോപ്പ് ചെയ്യുന്നതിന് മുമ്പ്, എന്തെങ്കിലും ഒരു സാധനം എക്സ്ട്രാ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആ ഓൾറെഡി ഉള്ളത് കൊടുക്കുന്ന കാര്യം ചിന്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഷോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ ചെലവാക്കാൻ പോകുന്ന പൈസ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ വേണ്ടി നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ ഗുണമായേനെ. അള്ളാഹു പറയാണ്, നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ഉള്ളത് നിങ്ങൾ ചെലവഴിക്കുക, അതാണ് നിങ്ങൾക്ക് ഉത്തമം. പക്ഷെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷാണ്. നിങ്ങളുടെ ജീവിതം കൂടുതൽ പ്രയാസകരമാവും. എത്ര സത്യമല്ലേ, നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പാർട്ടും ഇതിനു വേണ്ടി തന്നെ നമ്മളൊക്കെ കളയുന്നത്. നിങ്ങൾ അത് വേസ്റ്റ് ആക്കണം അല്ലെ. പലപ്പോഴും നമ്മൾ വേസ്റ്റ് ആക്കലാണ്. ഭക്ഷണമാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ ചില സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, പലതും കാണുമ്പം, അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിലൊന്നുള്ള സാധനം ആയിരിക്കില്ല, കാണുമ്പോൾ എന്നാൽ ഇതുകൊണ്ട് അതുണ്ടാക്കാം, അതുകൊണ്ട് മറ്റേതുണ്ടാക്കാം, അതാക്കാം ഇതാക്കാം എന്ന് വെച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരും അല്ലെ. ചിലപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ കാറിൽ കൂടെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ റോട്ടിൽ ആവശ്യക്കാര്, ഭക്ഷണം കിട്ടാത്തവരൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷെ അത് നമ്മൾ കാണാറില്ല പലപ്പോഴും. എന്നിട്ട് നമ്മൾ അതും കൊണ്ട് വീട്ടിൽ വരും. നമുക്ക് ആ അപ്പോ സൂപ്പർ മാർക്കറ്റിൽ നിന്നും തോന്നിയ ആ ഒരു ഉണ്ടാക്ക തോന്നലൊന്നും ഈ സംഭവം ഫ്രിഡ്ജിൽ എത്തിയാലും അല്ലെങ്കിൽ അലമാരിന്റെ അകത്ത് എത്തിയാലും നമുക്ക് ഉണ്ടാവില്ല അല്ലേ. കാരണം നമ്മൾ സാധാരണ ഉണ്ടാക്കാത്ത സാധനങ്ങളായിരിക്കും അത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓഫർ ഉണ്ട്, 1 കിലോ ഇത്ര, 2 കിലോക്ക് ഇത്ര, 5 കിലോക്ക് അത്ര, എന്നാ പിന്നെ ഓഫർ ഉണ്ടല്ലോ, എല്ലാം കൊണ്ട് കെട്ടി വലിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടേക്കാൻ തോന്നും. വീട്ടിൽ കൊണ്ടുവന്നാൽ അത് നമുക്ക് മറന്നു തന്നെ പോകും, നമ്മൾ ഇങ്ങനെ വിചാരിച്ചിട്ടാ വാങ്ങിയത് എന്നല്ലേ. സംഭവിക്കാറുണ്ട്. എല്ലാവരും ഒരേപോലെയാന്നല്ല പറയുന്നത്, ചിലർക്കെങ്കിലും ആപ്ലിക്കബിൾ ആണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു, വരുന്ന വഴിക്ക് അതിന്റെ ആവശ്യക്കാർ ചിലപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഉണ്ടാവും. എന്നാലും നമുക്കത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് മറന്നുപോയി, അത് കേടായി കുറേ നാൾ കഴിയുമ്പോൾ അലമാരിയും ഇതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ പുറത്തു വരും. എന്നിട്ട് അത് കളയുമ്പോൾ ഒരു സുഖമാണ് നമുക്ക് അല്ലെ. സുബ്ഹാനല്ലാഹ്, സ്വാർത്ഥത, അത്യാഗ്രഹം. നമ്മൾ എത്ര ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ എത്ര ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാന്ന് പറഞ്ഞാലും, ദുനിയാവിനോട് യാതൊരു ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും, ഇതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, എല്ലാവർക്കും ഒരേപോലെ എന്നല്ല, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇഹലോകവുമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതം. കുറേ നമ്മൾ വേസ്റ്റ് ആക്കണം അല്ലെ. ഇതിനൊന്നും നമുക്കൊരു ഗുണവും കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ തിന്മകള് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതുപോലെ സാധനങ്ങൾ വേസ്റ്റ് ചെയ്തിട്ട്. അത് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത്രയും നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. സുബ്ഹാനല്ലാഹ്,
അത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, എന്നാൽ കൊടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിയും ഭയങ്കര ചിന്തയല്ലേ, നമ്മൾ ഭയങ്കര ഷാർപ്പാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഒരു വല്യമ്മ ചെയ്ത കാര്യം വരെ നമ്മൾ ആലോചിക്കും, ഒരു അങ്ങനെ ലാവിഷാക്കിയ ആൾക്കാരാണ് ഓർക്ക് കൊടുക്കണ്ട അല്ലെ, അല്ലെങ്കിൽ ഇപ്പോഴവിടെ നിൽക്കട്ടെ, ഒരു കളി എന്താണെന്നൊന്ന് നോക്കിയിട്ട് കൊടുക്കാം. അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിയാ. നമ്മൾ ഈ വാങ്ങിയ സാധനം പിന്നെയും 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 വാങ്ങി കൂട്ടുമ്പോൾ നമുക്ക് ഈ ബുദ്ധിയൊന്നും വർക്ക് ചെയ്യൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. കൊടുക്കുമ്പോ നമുക്ക് എമ്മാതിരി ബുദ്ധിയാന്നറിയോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാതെ പോലും കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നഷ്ടമില്ല അല്ലെ. കൊടുക്കുന്നവർക്ക് അവരെന്ത് ചെയ്യുന്നു എന്ന് പോലും ആലോചിക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി വിചാരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമില്ല. പക്ഷെ നമ്മൾ വാങ്ങിക്കൂട്ടുമ്പോൾ ചിന്തിച്ചാലും ചിന്തിച്ചിട്ടില്ലെങ്കിലും ഒക്കെ നമുക്ക് നഷ്ടം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അത്യാവശ്യങ്ങൾ മാത്രമായിരിക്കാം. അങ്ങനെ ആ ഹദീസ് തുടരുന്ന എങ്ങനെയാന്ന് വെച്ചാല്, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല, അതിൽ നിങ്ങൾക്ക് അപകടമൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളവരിൽ നിന്ന് തുടങ്ങുക. കൊടുക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാർ, അവർക്ക് കൊടുത്തു തുടങ്ങുക. പലപ്പോഴും നമുക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും അല്ലേ, വലിയ വലിയ കാര്യങ്ങൾ, അനാഥാലയങ്ങൾ, അവിടെ ഇവിടെ അങ്ങനത്തെ ആവശ്യം ഇങ്ങനത്തെ ആവശ്യം, നമ്മളെ കൂടെയുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ബന്ധുക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെയും ഒരു മടിയാണ് അല്ലെ. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് ആവശ്യമില്ലായ്മ നമുക്ക് വലിയൊരു ബ്ലോക്കാണ്. അവർക്ക് ആവശ്യമില്ല, കൊടുക്കണ്ട. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട അല്ലെ. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ മേല് സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് അവസാനം ഈ ഹദീസിൽ പറയുന്നത് അപ്പർ ഹാൻഡ് അല്ലെ, മേലെയുള്ള കൈയാണ് എപ്പോഴും താഴെയുള്ള കൈയേക്കാൾ ഉത്തമം. അതായത് കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമം. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഹദീസ് ഞാൻ നോട്ട് ഷെയർ ചെയ്യുമ്പം ആഡ് ചെയ്യാൻ നോക്കാട്ടോ. എനിക്ക് ഇതിന്റെ ടെക്സ്റ്റ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. അപ്പം കദാലിക യുബയ്യിനു അല്ലാഹു ലക്കുമുൽ ആയാത്ത്, അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് അവന്റെ ദൃഷ്ടാന്തങ്ങൾ, അവന്റെ ആയത്തുകളെ വിവരിച്ചു തരുന്നു. ലഅല്ലകും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി. നിങ്ങൾ ചിന്തിക്കുക അല്ലെ, നിങ്ങൾക്ക് എന്താ നല്ലത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നല്ലത് നിങ്ങൾക്ക് എന്തൊക്കെയാ ദോഷം എന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ഏറ്റവും നല്ല തീരുമാനങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ എടുക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഓരോ ദിവസവും ഓരോ നിമിഷവും എത്രത്തോളം ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. എന്നാൽ നമ്മൾ എത്രത്തോളം ഓട്ടോ പൈലറ്റ് മോഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കലേ. എന്ത് കാര്യവും ചിന്തിക്കാതെ ചെയ്യുന്നതിലൊരു സുഖേനു നമുക്ക്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഒരു ഹൃദയം കൊണ്ട് ജീവിച്ചിരുന്ന ആളുകളാണ് അല്ലെ. നമ്മളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഖുർആൻ ഓതുമ്പോൾ ഒന്നും അറിയില്ല, നിസ്കരിക്കുമ്പോൾ ഒന്നും അറിയില്ല. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കൂല അല്ലെ. നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോഴും നമ്മൾ ഒന്ന് ചെയ്യുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒന്നും ചിന്തിക്കൂല. ഇനി അഥവാ നമ്മൾ കുറച്ച് ദുആ ദിക്റും നിസ്കാരം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഓട്ടോ പൈലറ്റ് മോഡായിരുന്നു. പക്ഷെ അള്ളാഹ് ഓരോ വാക്കിലും ഓരോ ആയത്തിലും പറയാണ്, നിങ്ങൾ ചിന്തിക്കേ, നിങ്ങൾ ചിന്തിക്കേ, നിങ്ങൾ ചിന്തിക്കേ. എത്രത്തോളം ബോധമുള്ള ഒരു കൗമായി മാറണം നമ്മള് അല്ലെ. എത്രത്തോളം അറിവ് നേടണം, എത്രത്തോളം ചിന്തിക്കണം, എത്രത്തോളം ആ ചിന്ത നമ്മളുടെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് എല്ലാ ആയത്തുകളും നമ്മളെ വീണ്ടും വീണ്ടും പിടിച്ച് കുലുക്കി കുലുക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല അപ്രകാരം അല്ലെ, അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിൽ തദബ്ബുറുള്ള തഫക്കുറുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. നല്ല നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കഷനിൽ പറഞ്ഞ പോലെ ഈ ലോകം എന്ന് പറയുന്നത് നമ്മളെ ചിന്തയില്ലാത്ത ഒരു മോഡിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചിന്തിക്കണ്ട അല്ലെ, സ്വിച്ച് ഇട്ട് അവിടെ ഇരുന്നാൽ മതി എന്നുള്ള. എന്തൊക്കെ സ്വിച്ച് ഇടാൻ നമ്മളെ വീട്ടിലുണ്ടെങ്കിലും എന്തൊക്കെ മെഷീൻ ഉണ്ടെങ്കിലും സുബ്ഹാനല്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ചിന്തിച്ചേ മതിയാവും, ചിന്തിച്ച് പ്രവർത്തിച്ചേ മതിയാവും. നമ്മളെ അടുത്ത ജനറേഷന് അല്ലെ സുബ്ഹാനല്ലാഹ് കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന, അവരുടെ ചിന്തകളെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്ന അഡിക്ഷൻസും, അതുപോലെ അവർ ജീവിതത്തിനെ എളുപ്പമാക്കുന്ന AI പോലെയുള്ള കാര്യങ്ങൾ എല്ലാം ഗുണമുള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ മെഷീനുകളും എല്ലാ പുതിയ കണ്ടുപിടുത്തങ്ങളും ഗുണമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് ദോഷകരമാകുന്ന ഒരു എക്സ്റ്റെന്റിലേക്ക് ഉപയോഗിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴോട്ട് വരണം അല്ലെ, നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. സുബ്ഹാനല്ലാഹ്. അതിന് ചിന്ത തന്നെ വേണം. ചിന്തിക്കുന്ന ഒരു കൗമ അല്ലെ, ചിന്തിക്കുന്ന ഒരു യുവത അത് വേണം. ഉണ്ടെങ്കിലേ രക്ഷയുള്ളൂ. ദീൻ എന്ന് പറഞ്ഞ ചിന്തയില്ലാണ്ട് നടക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ചിന്തിച്ച്
പ്രവർത്തിക്കുന്ന, ചിന്തിച്ച് മനസ്സിലാക്കുന്ന ഒരു ഖൗമ. അതിനു വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അതുപോലെ നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കൊക്കെ അത് പകർന്നു കൊടുക്കാനും അതിനൊരു മാതൃകയാവാനും വരുന്ന തലമുറകൾക്കും ഒരു മാതൃകയാകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشو ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.